പറയുന്നത്. കർത്താവിൽ ഇരിക്കാൻ പറ്റാത്തവന് അമിത ബലത്തിൽ ശക്തിപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ കർത്താവിലിരിക്കാൻ നമുക്ക് സമയമുണ്ടോ? ദൈവമക്കളെ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഞാൻ പറയാം. 90s ഞങ്ങളുടെ കാലഘട്ടത്തിൽ പിശാചിന്റെ തന്ത്രം ചെറിയ മുറിവീടി, ഒളിച്ചും പാത്തും സിനിമയ്ക്ക് പോവുക. കള്ളുകൂടിയൊന്നുമില്ല, അന്നത്തെ കാലത്ത് കള്ളുകൂടിയൊന്നും നടക്കത്തില്ല, വീട്ടിൽ പിടിക്കും. പിന്നെ ഇതൊക്കെ വല്ല പാക്കും വെറ്റലയൊക്കെ ചെറുതായിട്ട് ചവയ്ക്കുക. ഇതാണ് 90s നമ്മുടെ പാപങ്ങൾ. ഇന്നത്തെ പാപം, നീ എങ്ങോട്ടും പോകണ്ട, വീട്ടിൽ ഇരുന്ന് നിന്റെ മൊബൈലും പിടിച്ചാൽ മതി. നിന്നെ നിത്യ നരകത്തിൽ ഇടാനുള്ള സംഭവം അവൻ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ കർത്താവിൽ ഇരിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം സിമ്പിളാണ്. അവൻ ടൈം കവർന്നുകൊണ്ട് പോയിരിക്കുക. നമ്മുടെ ടൈം ഫുൾ പിശാച് കവർന്നിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ദിവസം എത്ര സമയം കർത്താവിന് കൊടുത്തു? 24 hours ആകാൻ പോകും. രാത്രി 12 ആകുമ്പോൾ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. എത്ര ടൈം, എത്ര മിനിറ്റ് കർത്താവിന് കൊടുത്തു? ചുമ്മാതെ കുത്തിയത് പ്രാർത്ഥിച്ച കാര്യമല്ല ചോദിക്കുന്നത്. കോൺസെൻട്രേഷൻ, ഏകാഗ്രതയോടെ കർത്താവിനോട് സംസാരിച്ചു. ദൈവമക്കളെ, പിശാച് ഓരോ ദിവസവും ജയിച്ച് പോയിക്കൊണ്ടിരിക്കുക. കർത്താവിലിരിക്കാതെ ഈ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറ്റത്തില്ല. കർത്താവിലിരിക്കുന്നവൻ ഈ അമിത ബലത്തിൽ ശക്തിപ്പെടും. അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ കർത്താവ് തന്നിരിക്കുന്നത്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എങ്ങനെ ഉപവസിക്കണം? എൻ്റെ വാസേ ഉപവസിച്ചു ഒരു പരിവായി വാസേ. 21 കഴിഞ്ഞ മാസം ഇരുന്നു, അതിന് മുമ്പത്തെ മാസം 21 ഇരുന്നു, കഴിഞ്ഞ വർഷം ഞാൻ 40 വന്നിരുന്നു. എന്താ അമിത ബലത്തിൽ ശക്തിപ്പെടാത്തതെന്ന് നിങ്ങൾക്കറിയാമോ കാര്യം? നമ്മുടെ ഉപവാസം പലപ്പോഴും റോങ് വേല ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിചാരം പട്ടിണി കിടന്നാൽ കർത്താവ് പ്രസാദിക്കുന്ന, ഇതൊക്കെ പൊട്ടത്തരമാകട്ടോ. നീ ദൈവവുമായിട്ട് നിന്നെ അകറ്റുന്ന സകലവും അക്കരയ്ക്ക് നിർത്താൻ കഴിയത്തില്ലെങ്കിൽ ഉപവസിക്കരുത്. നീ പട്ടിണി കിടന്ന് കർത്താവിന് എന്ത് ചെയ്യാൻ? 21 ദിവസം നീ പട്ടിണി കിടന്നു, നിന്റെ മൊബൈൽ എടുത്തില്ലേ? 21 ദിവസം നീ പട്ടിണി കിടന്ന് നിന്റെ TV മുന്നിൽ നിൽക്കുന്ന TV ഇരുന്ന് അതൊന്നും കണ്ടില്ലേ? 21 ദിവസം നീ പട്ടിണി കിടന്നു, ചന്തയിൽ പോയി സാധനം മേടിച്ചില്ലേ? 21 ദിവസം പട്ടിണി കിടന്നു, എന്തെല്ലാം കാര്യം അതെല്ലാം ചെയ്തില്ലേ? ദൈവമക്കളെ, യഥാർത്ഥമായ ഉപവാസത്തിന്റെ പവർ നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ഫ്ലാസ്ക് വെള്ളം എടുത്ത് മുറിക്കകത്ത് അടച്ചു കയറണം. എന്നിട്ട് അവിടെ ഇരിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് ഇറങ്ങി വരും നിന്റെ അടുക്കൽ. അവിടെയാണ് ഉപവാസത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ സാന്നിധ്യം വിട്ട് എഴുന്നേക്കാൻ നിനക്ക് കഴിയത്തില്ല. ചിലപ്പോൾ നീ ഒരു ദിവസം ഉപവസിക്കാൻ കയറിയെങ്കിൽ ചിലപ്പോൾ നീ 21-40 കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പുറത്തു വരത്തുള്ളൂ. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ സ്വർഗത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഹിതമുള്ളതും ദൈവത്തിന് പ്രസാദമുള്ളതുമായിരിക്കണം. സ്തോത്രം. ഈ അമിത ബലത്തിൽ ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ആഹാരമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ കാണുന്നു, ഈ അമിത ബലം പ്രാപിച്ചവൻ, ഈ അത്യന്ത ശക്തിയുടെ കൺട്രോളിൽ പോകുന്നവനെ കുറിച്ച് അവിടെ പറയുന്നത്, ഒന്ന്, അവൻ്റെ ആയുധം ദൈവം മാറ്റും. ആയുധം. സ്തോത്രം. 2, അവൻ്റെ പോരാട്ടം മാറും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആയുധം മാറിയോ?